സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം നടത്തുന്ന ആശാവർക്കർമാർക്കും അങ്കണവാടി ജീവനക്കാർക്കും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ജനശ്രീ മിഷൻ കായംകുളം ബ്ലോക്ക് യൂണിയന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. കേന്ദ്രസമിതി അംഗം എം കബീർ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 46 ദിവസമായി ആനുകൂല്യങ്ങൾ അനുവദിച്ചു നൽകണമെന്ന ആവശ്യവുമായി സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം നടത്തുന്ന ആശാവർക്കർമാർക്കും ഒരാഴ്ചയായി സമരം ചെയ്യുന്ന അംഗൻവാടി ജീവനക്കാർക്കും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടും സമരം എത്രയും വേഗം ഒത്തുതീർപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുമാണ് ജനശ്രീ മിഷൻ കായംകുളം ബ്ലോക്ക് യൂണിയന്റെ നേതൃത്വത്തിൽ കായംകുളം മിനി സിവിൽ സ്റ്റേഷനു മുന്നിൽ പ്രതിഷേധ കൂട്ടായ്മ നടത്തിയത്. കേന്ദ്രസമിതി അംഗം എം കബീർ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന സാക്ഷാൽ തൊഴിലാളി വർഗത്തിന്റെ നേതാവ് പിണറായി വിജയന്റെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിന് 1.5 കോടി രൂപയാണ് അടുത്ത കാലത്ത് ചെലവഴിച്ചത് എന്ന് നമ്മൾ അറിയണം. 1ാം നിലയിലേക്ക് കയറുവാൻ ലിഫ്റ്റ്, ആ ലിഫ്റ്റിന് 35 ലക്ഷം രൂപ, നീന്തൽക്കുളം നവീകരണത്തിന് 38 ലക്ഷം രൂപ, പിണറായി വിജയന്റെ പശുത്തൊഴുത്തിലിന് 22 ലക്ഷം രൂപ, പശുത്തൊഴുത്തിലെ ചാണകക്കുഴിക്ക് 5 ലക്ഷം രൂപ, നമ്മുടെ പാവപ്പെട്ട ലൈഫ് ഭവന പദ്ധതിയിൽ വീട് വയ്ക്കുവാൻ കൊടുക്കുന്നത് 4 ലക്ഷം രൂപയാണ്. PS പ്രസന്നകുമാർ അധ്യക്ഷത വഹിച്ചു. ടി സൈനുലബ്ദീൻ, സി അമ്മിണി, KC കൃഷ്ണകുമാർ, മധു വഞ്ചിലേത്ത്, ഹുസൈൻ പറങ്ങാമൂട്ടിൽ, തയ്യിൽ റഷീദ്, എ നിസ, ഷീജ റഷീദ്, പുളിമൂട്ടിൽ രവീന്ദ്രൻപിള്ള, PA കുഞ്ഞുമോൻ, തങ്കൻ ചെറുവള്ളി, പ്രശാന്ത് എരുവ, P രാജേന്ദ്രക്കുറുപ്പ്, AA നഹാസ്, ഷീജ ഹാരിസ്, ശ്രുതി, സൂസൻ ജേക്കബ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ഈ കേരളത്തിലെ ജനങ്ങൾക്ക്, കോടാനുകോടി ജനങ്ങൾക്ക് അറിയാവുന്ന ഒരു സംഭവമാണ്. കഴിഞ്ഞ 40 ദിവസക്കാലമായി തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ വെയിലും മഴയും കൊണ്ട് കഴിഞ്ഞ കോവിഡ് കാലഘട്ടത്തിൽ കേരളത്തിലെ ജനങ്ങളെ സംരക്ഷിച്ച, അവർക്ക് വേണ്ട സംരക്ഷണവും ആരോഗ്യവും നൽകി കേരള ജനത എക്കാലവും മറക്കാൻ പറ്റാത്ത ആ പ്രതിസന്ധിയിൽ നിന്നും നമ്മുടെ കേരളത്തെ സംരക്ഷിച്ച, നമ്മളെ താങ്ങായി നിർത്തിയ ഈ പാവങ്ങളിൽ പാവപ്പെട്ട ആശാ വർക്കർമാരുടെ ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടി നടത്തുന്ന സമരം. ന്യൂസ് ബ്യൂറോ, കായംകുളം.